തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. 6.72 കോടി രൂപ ചെലവിലാണ് പുതിയ ഹൈടെക് കെട്ടിടം നിർമ്മിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അഭാവത്തിലാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപന കർമ്മം നടത്തിയത്. 150 വർഷം പഴക്കമുള്ള സ്കൂള് ഭൗതിക അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് 1 ഏക്കർ സ്കൂളിനായി വാങ്ങിയെങ്കിലും ഭൂമി തരം മാറ്റൽ സാധ്യമാകാതെ കിടന്നു. തുടർന്ന് 2023 മണ്ണിട്ട് നികത്തുവാനുള്ള അനുമതി ലഭ്യമായി. ഇതോടെയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. രാജ്യത്തെ തന്നെ മികച്ച ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉന്നതിയിലേക്ക് എത്തിക്കുവാനും കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം സ്കൂളുകളുടെ പ്രവർത്തന മേൽനോട്ടം പഞ്ചായത്തുകളെ ഏൽപ്പിക്കാൻ കഴിഞ്ഞതും അവർ കൃത്യമായ വികസന മേഖലകൾ ചൂണ്ടിക്കാണിച്ചത് സർക്കാർ നടപ്പിലാക്കിയതുകൊണ്ടാണ് സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി സംസ്ഥാനത്തിന് കൈവരിക്കാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. കമ്പലൻ എന്ന പാരമ്പര്യ നെൽവിത്ത് കൃഷി ചെയ്തു വരുന്ന ഇടമാണ് എന്ന് പ്രാദേശിക കൃഷി നിരീക്ഷണ സമിതിയുടെ ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ വാദം ഉന്നയിക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാന നിരീക്ഷണ സമിതി ഈ പദ്ധതിക്കുള്ള ഭരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. 6 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു ഹയർ സെക്കൻഡറി സ്കൂൾ നിലവിലില്ലാത്തതും കേവലം 27 സെന്റ് സ്ഥലത്ത് 1500 കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നതിൻ്റെയും പ്രയാസം ഇതുമായി ബന്ധപ്പെട്ട് കേരള ക്യാബിനറ്റിൽ നമ്മൾ അവതരിപ്പിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാബിനറ്റ് കിഫ്ബി പദ്ധതിയിൽ നിന്നും അനുവദിച്ച 3,90,00,000 രൂപയ്ക്കുള്ള പ്രത്യേക അനുമതി നൽകുന്നു. ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഈ നാടിൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം നേരിട്ടിടപെട്ടാണ് ഈ ഒരു അനുമതി അന്ന് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന് അധ്യക്ഷത വഹിച്ചു. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ കുണ്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ്, പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സക്കീന, മലപ്പുറം പാലക്കാട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PM അനില, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ, വാർഡാംഗം സുബ്രഹ്മണ്യൻ, പൊന്മുണ്ടം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് VP അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് R അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി അവതരണം നടത്തി. ഏറെക്കാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാറിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.